ടോവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ വെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച VS സുനിൽകുമാർ. ഇലക്ഷൻ കമ്മീഷന്റെ പ്രചാരണ മുഖമായതിനാൽ ടോവിനോ ഇതിനെ എതിർത്തിരുന്നു. ഇതേ തുടർന്നാണ് പോസ്റ്റ് പിൻവലിച്ചത്. സിനിമാ ലൊക്കേഷനിലെത്തി ടോവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ പോസ്റ്റ്. അതേസമയം സുരേഷ് ഗോപിക്ക് വേണ്ടി VIP-കളും അച്ഛനെ സ്വാധീനിക്കുന്നു എന്ന കലാമണ്ഡലം ഗോപിയുടെ മകനായ രഘു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റും പിൻവലിച്ചിട്ടുണ്ട്. മനോജ് തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ കൂടി നൽകുന്നത്. മനോജ്, പോസ്റ്റ് വിവാദത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് തൃശൂർ മണ്ഡലം. മനു, നേരത്തെ തന്നെ സുനിൽകുമാർ ഇത്തരത്തിൽ സിനിമാ ലൊക്കേഷനിൽ പോയായിരുന്നു ഈ ടൊവിനോയോടൊപ്പമുള്ള ഫോട്ടോ എടുത്തത്. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു. സുനിൽകുമാറിന് പിന്തുണ നൽകിക്കൊണ്ട് ടൊവിനോ തോമസ് എന്നുള്ള രീതിയിലായിരുന്നു പ്രചരണം നടന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ ടൊവിനോ തോമസ് തന്നെ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത്. താൻ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷന്റെ, അതായത് SVEPയുടെ അംബാസിഡർ ആണെന്ന് ടൊവിനോ തോമസ് വ്യക്തമാക്കുന്നുണ്ട്. ആരെങ്കിലും തന്റെ ഫോട്ടോ ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നാണ് ടൊവിനോ ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. തുടർന്നാണ് ഇത്തരത്തിൽ VS സുനിൽകുമാർ പോസ്റ്റ് ചെയ്ത ആ ചിത്രമടക്കം ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ സിനിമാ താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രചരണം അത് LDF സ്ഥാനാർത്ഥി നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇത്തരത്തിൽ ആ സിനിമാ താരങ്ങൾ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഈ കലാമണ്ഡലം ഗോപിയുടെ മകനായിട്ടുള്ള രഘു ഇത്തരത്തിൽ സുരേഷ് ഗോപി തന്റെ അച്ഛനെ സ്വാധീനിക്കുന്നു, പല VIP-കളും ഞങ്ങളെ വിളിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. പിന്നാലെ അത് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. കാരണം ഈ കലാമണ്ഡലം ഗോപി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലൊരു പരാതി തന്റെ മകനോട് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം. ഈ രഘുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു CPM അനുഭാവിയാണ്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത അതിൽ എങ്ങനെയെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. പിന്നാലെ ഇത് കളവാണെന്ന് പൊളിഞ്ഞതോടെയാണ് ആ ഒരു സംഭവം വിവാദമായതിനെ തുടർന്ന് ഇത്തരത്തിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അത് CPM തന്നെയാണ് മുൻകൈ എടുത്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി ആ കളവും കൂടെ പൊളിഞ്ഞിരിക്കുകയാണ്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.